ഏതുപോലുള്ള കൂടുകളാണ് നമ്മൾ ഈ വർഷകാലത്തിൽ തേനട വെട്ടിക്കൊടുക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ അടപ്പ് നിറച്ച് ഈച്ചയും മുകളിലോട്ട് കെട്ടി താഴേക്ക് ഇറങ്ങുന്ന ഈ ടെൻഡൻസി വരുന്ന ഈ കൂടുകൾ വേണം നമ്മൾ എപ്പോഴും അടകൾ വെട്ടിക്കൊടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് അട വെട്ടിക്കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ചിരട്ട നമുക്ക് ഫ്രീ ആക്കണം. ചിരട്ട ഫ്രീ ആക്കുമ്പോൾ ചെറുതായിട്ട് പുക കൊടുക്കണം. പുക കൊടുത്തില്ലെങ്കിൽ ഈച്ച ഒതുങ്ങത്തില്ല. ഈ സീസണിൽ നന്നായിട്ട് കുത്തുന്ന ഒരു ഇതാണ്. പ്രകൃതിയിൽ തേൻ പൊട്ടാൻ തുടങ്ങിയതുകൊണ്ട് നന്നായിട്ട് കുത്തുന്നുണ്ട്. ഇതുപോലെ ഫ്രീ ആക്കണം, അട ഫ്രീ ആക്കണം. അതിൽ നിന്ന് ഈ മേലറ വെട്ടിയെടുക്കണം. മേലറ വെട്ടിയെടുക്കുമ്പോൾ ഈ ഭാഗത്ത് ചെറുതായി പുക കൊടുത്ത് ഈച്ചയ്ക്ക് നോകാതെ കണ്ട് വേണം അറ വെട്ടി എടുക്കാനായിട്ട്. ഈച്ച പോലും അറിയാതെ കണ്ട് ഈ അടകളെല്ലാം ഫ്രീ ആക്കണം. ഈ വശത്തെ തട്ട് കെട്ടിയിരിക്കുന്ന ആ വശത്ത് തട്ടിളക്കാതെ കണ്ട് നമ്മൾ ഫ്രെയിം ഊരിയെടുത്താൽ ഈച്ചയ്ക്ക് നോവും, നന്നായിട്ട് കുത്തും. അതുപോലെ തന്നെ ഓരോ തട്ടുകളും തങ്ങളി ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. ആ ഒട്ടെല്ലാം ഇളക്കിയെടുത്ത് വേണം അട ഫ്രീ ആക്കാനായിട്ട്. ഇതുപോലെ വേണം അറകൾ ഉരിയെടുക്കാനായിട്ട്. ഇത് കുറച്ച് വർക്കർ മുട്ടയാണ് എങ്കിലും ആ അറ ഇനി എടുത്ത് നമുക്ക് നല്ല രീതിയിൽ വെട്ടി മുകളിലേക്ക് അറ ഇട്ട് കൊടുക്കണം. ഇടുന്നത് എപ്പോഴും ഒരു അരയിഞ്ച് വെച്ചിട്ട് വേണം, മെഴുക് ലേശം അതിൽ വെച്ചിട്ട് വേണം അറകൾ വെട്ടിയെടുക്കാനായിട്ട്. ഇത് കണക്ക് എടുത്ത് തിരിച്ചിട്ട് തട്ടുകളെടുത്ത് മുകളിൽ വെച്ച് തേനറ വെട്ടിയിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും അടിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അടിയിൽ നിന്ന് മുകളിലേക്ക് അട പണിത് വരണം. അപ്പോൾ അത് കണക്കാക്കി വേണം വെച്ച് കൊടുക്കാൻ. ബ്രൂട്ട് ചേമ്പറിൽ മുകളിൽ നിന്നും താഴേക്കും, ഹണി ചേമ്പറിൽ താഴെ നിന്ന് മുകളിലേക്കും ഈ ക്രമത്തിൽ വേണം അടകൾ കെട്ടിക്കൊടുക്കാൻ. ഇത്രയും ചെയ്ത് വെച്ച് കൊടുത്താൽ അവർ അടകൾ പെട്ടെന്ന് വളർത്തി മുകളിലേക്ക് കൊണ്ടുവരും. അറ ഇട്ട് കൊടുക്കുന്ന എപ്പോഴും ഈച്ച പൊതിഞ്ഞിരിക്കുന്ന അടയുടെ മണ്ടയിലേക്ക് തന്നെ ഈ അടകൾ വെട്ടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം സെൻറ്റർ കണക്കാക്കി നിൽക്കുമ്പോൾ നല്ല ബ്രൂഡ് കാണും. പെട്ടെന്ന് ഇത് വളർത്തി അടുത്ത ആഴ്ചത്തേക്ക് വളർത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ പുഴുവറ ചെത്താനാണ് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട്. ആ പുഴുവറ ചെത്തുന്നത് നല്ല പല്ല് പിച്ചാത്തി വെച്ച് ആഴ്ച ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്ന മാതിരി അറ പിതുങ്ങാതെ കയറ്റി ഇറക്കി ചെത്തണം.
ഇതുമാതിരി തട്ടി മുട്ടയും പുഴുവും എല്ലാം നശിപ്പിച്ച് വെള്ളം ഒഴിച്ച് തട്ടിക്കളഞ്ഞ് കൊട്ടി ഉടച്ച് വെക്കണം. നമുക്ക് ഈ അറയിലിരിക്കുന്നത് മേലറയിരിക്കുന്ന അടപ്പിൽ നിന്ന് കെട്ടിയിറങ്ങിയ ഈച്ചയെ ഫ്രീ ആക്കി അതിൻ്റെ മെഴുക് കൂടി വെട്ടി താഴെ കൊടുക്കും. അടപ്പ് നിറച്ച് ഈച്ചയുള്ള ഈ അടപ്പെടുത്ത് ഒരിക്കലും മലർത്തി വയ്ക്കരുത്. എപ്പോഴും ഏതെങ്കിലും വശങ്ങളിലേക്ക് ചരിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഈച്ചകളെല്ലാം കൂടി വന്ന് നമ്മളെ കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. മിക്കവാറും ഉള്ളിടത്ത് അടപ്പുകളെടുത്ത് മലർത്തി വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടപ്പിൽ ശരിക്കും ഈച്ചയുള്ള ടൈമാണ്. ഈ ടൈമിൽ എപ്പോഴും അടപ്പ് ചരിച്ചോ കമത്തിയോ വയ്ക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കർഷകർ. ഇതുപോലുള്ള അടകൾ വെട്ടി എപ്പോഴും നമ്മൾ സെൻറ്ററിലോട്ട് കൊടുത്ത് ഈ അടകൾ വളർത്തി നല്ല രീതിയിൽ തേനെടുക്കാൻ പറ്റും. കാലി കിടക്കുന്ന 2 കാലി ഫ്രെയിമുകൾ അതിൻ്റെ വലത്തും ഇടത്തുമായിട്ട് ഇട്ട് കൊടുക്കണം. പുതുതായി വെട്ടിയിട്ട അടകൾ സെൻറ്ററിലും അല്ലാതെയുള്ള കാലി ഫ്രെയിമുകൾ 2 സൈഡിലേക്ക് അപ്പുറവും ഇപ്പുറവും ഇട്ട് കൊടുത്തിട്ട് അടുത്ത ആഴ്ചയിൽ നമുക്ക് അടിയിൽ നിന്നും പിന്നെ ഒരു പാലട കിട്ടും. ആ പാലട കെട്ടി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുക്കും, മറ്റതിന് സൈഡിലേക്ക് മാറ്റും. ഓക്കെ.